ഇപ്പൊ ഉറങ്ങിയതേ ഉള്ളൂ. നീ ഞാൻ പറഞ്ഞതൊക്കെ ഓർത്ത് വിഷമിക്കണ്ട. ഞാനത് അപ്പോഴേ മറന്നു സത്യമ്മേ. എന്നേക്കാൾ കൂടുതൽ നാടിനെയും നാട്ടുകാരെ അറിയാവുന്ന ആളാ നീ. ലോകപരിചയമുണ്ട്. എന്റെ കാര്യം അങ്ങനെയല്ലല്ലോ. ഈ വീടിന്റെ ഉള്ളിലെ എന്റെ ലോകം, എന്റെ ചിന്തകളോ ഒരു സാധാരണ വീട്ടമ്മയുടേത്. അതുകൊണ്ടാകാം ഞാൻ എന്താണോ ചിന്തിക്കുന്നത് അതുപോലെ നിങ്ങളിലേക്ക് എത്താത്തത്. മോളെ, പക്ഷെ ഒന്നുണ്ട്, എല്ലാവരുടെയും നന്മ മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. എന്തിനാ സത്യമ്മ എന്നോട് ഇങ്ങനൊക്കെ പറയുന്നത്? എനിക്ക് എന്നെ അറിയാമെന്നതുപോലെ തന്നെ എനിക്ക് സത്യമ്മയെ നന്നായിട്ട് അറിയാം. പിന്നെ എന്തിനാ നമുക്കിടയിൽ ഇങ്ങനെ ഒരു സംസാരം? എല്ലാത്തിനും കാരണം എന്റെ ഈ മോൻ തന്നെയാ. അല്ലെങ്കിൽ ഈ വീട് എങ്ങനെ കഴിയേണ്ടതാ? അവനെ ഓർത്ത് കരയാത്ത ഏതെങ്കിലും ഒരു ദിവസം നിന്റെ ജീവിതത്തിലുണ്ടോ? കാണില്ലെന്ന് എനിക്കറിയാം. കാരണം അവൻ എന്നെങ്കിലും ഒരു ദിവസം വരുമെന്നുള്ള പ്രതീക്ഷ നിന്റെ ഉള്ളിലുമുണ്ട്, എന്റെ ഉള്ളിലുമുണ്ട്. നമ്മൾ അതിനുവേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നുമുണ്ട്. പക്ഷേ ഞാനിപ്പോ അവനെ വെറുക്കുക. അവനൊരു ഭീരുവാ. ജീവിതത്തെ കണ്ട് ഭയന്ന് ഒളിച്ചോടിയവൻ. അങ്ങനെയുള്ളവർക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമില്ല. അവനെ പോലൊരു മകനെ പ്രസവിച്ചതിൽ ഞാനിന്ന് സ്വയം ശപിക്കുക. മനസ്സുകൊണ്ട് പ്രാകുക. എന്തിന് അവൻ എന്റെ വയറ്റിൽ തന്നെ മകനായി ജനിച്ചു? അമ്മയുടെ മകൻ മരിക്കുന്നത് വരെ ധീരൻ തന്നെയായിരുന്നു അമ്മ. ചങ്കുറപ്പുള്ളവൻ. അച്ഛനും അമ്മയും ഭാര്യയും മക്കളും സങ്കടപ്പെടരുതെന്ന് കരുതി സ്വന്തം മരണം പോലും ഒരാളും അറിയരുതെന്ന് ആഗ്രഹിച്ചവൻ. മോളെ, അവന് വേണ്ടി ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുക. ഒരു നിമിഷം ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ച് സംസാരിച്ചതിന്